നമസ്കാരം, ഞാൻ കിരൺ എസ് പിള്ളൈ, വസ്തുത തിങ്ക് ടാങ്കിൽ നിന്നാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരാശയത്തെ പറ്റിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ കേരളത്തെ പറ്റി പറയുമ്പോൾ നമുക്ക് തനതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെയൊക്കെ വീട്ടിലുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ കുറച്ച് 90കളൊക്കെ കണ്ടൊരു മനുഷ്യനാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ പുട്ടുകുറ്റി അല്ലെങ്കിൽ തന്നെ നമ്മുടെ ഇടിയപ്പം ശരിയാക്കിയിരുന്ന ആ കാര്യം, അപ്പം അത് ശരിക്കും എനിക്ക് അതിന്റെ പേര് തന്നെ അറിയില്ല. പക്ഷെ ഇതൊക്കെ ഇന്നത്തെ നാട്ടിലെ ഇന്നത്തെ കുട്ടികൾക്ക്, ഇപ്പം നമ്മളുടെയൊക്കെ കുട്ടികളുണ്ടെങ്കിൽ അവർ തന്നെ ഇതൊന്നും കാണുന്നില്ല. അപ്പോൾ നമുക്കിതൊക്കെ ഒരു കൗതുകം പോലെ തോന്നിയാലും ഇതിലേക്കാണ് ശരിക്കും നമ്മളുടെ ഒരു സംസ്കാരം ഇരിക്കുന്നത്. ഇപ്പോൾ വളരെ ലളിതമായി പറഞ്ഞ നമ്മുടെ പുട്ടുകുറ്റിയിലും ഇടിയപ്പം കുറ്റിയും നമ്മൾ തന്നെ കണ്ടിട്ടുള്ളതാണ്. ഇന്ന് അവ തന്നെ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ അമ്മിക്കല്ല്, അല്ലെങ്കിൽ നമ്മൾ തന്നെ കണ്ടിട്ടുള്ള നമ്മുടെ ആട്ടുകല്ലുകള്. അപ്പം അതൊക്കെ പോയി തുടങ്ങുമ്പോൾ ശരിക്കും നമ്മളുടെ ഒരു സിഗ്നേച്ചറാണ് അവിടെ പോയി പോകുന്നത്. അതായത് ഇതിലൊക്കെയാണ് നമ്മൾ കണ്ടിരുന്നത്. എവിടെ നിന്നാണ് നമ്മുടെ ഈ പുട്ടുകുറ്റി വരുന്നത്, അല്ലെങ്കിൽ എന്ത് സാധനം ഉപയോഗിച്ചാണ് നമ്മുടെ ഇടിയപ്പക്കുറ്റി ഉണ്ടാക്കിയിരുന്നത്, അതുപോലെ തന്നെ ഏത് പാറ ഉപയോഗിച്ചാണ് അമ്മിക്കല്ല് ഉണ്ടാക്കിയിരുന്നത്, ഏത് പാറ ഉപയോഗിച്ചാണ് ആട്ടുകല്ല് ഉണ്ടാക്കിയിരുന്നത്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരും. ഇപ്പോൾ നമ്മൾ അതിലും പുറകോട്ട് പോവുകയാണ്. ഇപ്പോൾ ഒരു 70കൾ 60കളിലൊക്കെ പോയി കഴിഞ്ഞാൽ അന്ന് പറകളുണ്ടായിരുന്നു. ഇന്ന് കൂടുതലും ക്ഷേത്രങ്ങളുടെ ആചാരങ്ങൾക്ക് മാത്രമായിരുന്നു പറയും മറ്റുമൊക്കെ ഉപയോഗിക്കുന്നത്. പക്ഷെ ഈ പറ, ഇടങ്ങാഴി, അങ്ങനെയുള്ള കാര്യങ്ങൾ അതിലും കഥയുണ്ടായിരുന്നു. അതിനും പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പം പറയാൻ നമുക്ക് മുറുക്കുന്നത് ഒരു നല്ല സ്വഭാവമല്ല എന്നുള്ളത് അറിയാം. എന്നാലും മുറുക്കുന്ന ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ പാക്ക് വെട്ടി അല്ലെങ്കിൽ മുറുക്കാൻ വെച്ചിരുന്ന ചെപ്പ്, ഇതൊക്കെ ഉണ്ടാക്കിയിരുന്നത് വളരെ നല്ല മെറ്റൽസ് കൊണ്ടാണ്. ഇപ്പം ബ്രോൺസ് കൊണ്ട്, ചെമ്പ്, പിത്തള, ഇവയൊക്കെ കൊണ്ട് ഉണ്ടാക്കിയിരുന്ന സാധനങ്ങളുണ്ടായിരുന്നു. അപ്പൊ ഇതിലൊക്കെ നമ്മളുടെ ഒരു കൈവിരുത് അല്ലെങ്കിൽ ഇപ്പം ആൾക്കാരുടെ ഒരു കലാവിരുതൊക്കെ ഇതിനകത്തുണ്ടായിരുന്നു. കാരണം അതിനകത്ത് ഒരു ബ്ലാക്ക് സ്മിത്ത് എംപവർമെന്റ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അതിനകത്ത് തന്നെ കൊത്തുപണികൾ കുറെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ചില മുത്തശ്ശന്മാരൊക്കെ ഉപയോഗിക്കുന്ന അവരുടെ പാക്കുവെട്ടിയിലും മറ്റുമൊക്കെ ചെറിയ കൊത്തുപണികളൊക്കെ ഉണ്ടായിരുന്നു. കാരണം അവർ സ്ഥിരം ഉപയോഗിച്ചിരുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നമ്മളിന്ന് മൊബൈൽ ഉപയോഗിക്കുന്നത് പോലെ പലരുടെ കയ്യിലും പലപ്പോൾ പാക്കുവെട്ടി മറ്റൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. അപ്പം അതിൽ അവർ അതിന്റെ ഒരു സിഗ്നേച്ചർ കണ്ടിരുന്നു. അതിന്റെ അകത്ത് ഒരു ആർട്ട് സിഗ്നേച്ചർ അല്ലെങ്കിൽ ഒരു ആർട്ട് എംപവർമെന്റ് ഫോർ ദ ഡെയിലി യൂസേജ്, അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഒരു കൾച്ചറൽ റിവൈവലിന്റെ ഭാഗമാണ് ഇതൊക്കെ. അല്ലെങ്കിൽ തന്നെ നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ, ചോറുണ്ണാനൊക്കെ ഉപയോഗിച്ചിരുന്ന ചില പാത്രങ്ങൾ, ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ മുത്തശ്ശൻ ചോറുണ്ണാനായിട്ട് അദ്ദേഹത്തിന് വലിയൊരു ചെമ്പിന്റെ പാത്രം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ചിലര് ചോറുണ്ണാൻ വേണ്ടി മാത്രമായിട്ട് വെള്ളിയുടെ പാത്രങ്ങൾ ഉപയോഗിച്ചിരുന്നു. അപ്പം ഇതിലൊക്കെ ആ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. മാത്രമല്ല അന്ന് ഉപയോഗിച്ചിരുന്ന മെറ്റീരിയൽസ്, അത് ആരെ കൊണ്ടാണ് ഉപയോഗിച്ചിരുന്നത്, അതിന്റെ ഒരു ഹാൻഡിക്രാഫ്റ്റ്സ്, ഒരു ആംഗിൾ, അതെല്ലാം അതിനകത്തുണ്ട്. അപ്പം നമ്മൾ അതിനകത്ത് ഹാൻഡിക്രാഫ്റ്റ് സപ്പോർട്ട് ചെയ്തിരുന്നു, ആർട്ടിസൻസിനെ സപ്പോർട്ട് ചെയ്തിരുന്നു, ക്രാഫ്റ്റ്സ്മെനെ സപ്പോർട്ട് ചെയ്തിരുന്നു. അങ്ങനെ തന്നെ ഇപ്പം ഒരു കുടുംബത്തിന്റെ ഒരു ചില ആൾക്കാർ ഉപയോഗിച്ചിരുന്ന കാര്യങ്ങൾ കാരണം ഇവിടെ ഒരു ആർട്ട് സംസ്കാരം ഉണ്ടായിരുന്നു, ഒരു ഫൈൻ ആർട്ട് സ്പോൺസർഷിപ്പ് ഉണ്ടായിരുന്നു. ഇവ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമോ? അതായത് നമ്മളുടേതായ മെറ്റലർജി, നമ്മളുടേതായ ബ്ലാക്ക് സ്മിതി, നമ്മളുടേതായിട്ടുള്ള ഒരു മൈനിങ് സംസ്കാരം. മൈനിങ് എന്ന് വെച്ചാൽ സ്മോൾ സ്കെയിൽ മൈനിങ്. ഇപ്പോൾ അമ്മിക്കല്ലിനൊക്കെ ആണെങ്കിൽ മൈനിങ് എന്തായാലും വേണം, അല്ലാതെ അമ്മിക്കല്ല് ഉണ്ടാവില്ല. സോ ഇസ് ദാറ്റ് പോസിബിൾ? ഇതിനെപ്പറ്റി ചിന്തിക്കാം. ഒരു ആശയമാണ്. ഞാൻ കിരൺ എസ് പിള്ളൈ, വസ്തുത തിങ്ക് ടാങ്കിൽ നിന്നും. നന്ദി, നമസ്കാരം.